ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഹംഗ്രി കുക്ക്. ഇന്ന് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാനും കഞ്ഞിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീൻസ് തോരൻ ഉണ്ടാക്കാം. വളരെ ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതിന് നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ട, വേറെ എന്തെങ്കിലും ഓയിലാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ആ ഓയിൽ എടുക്കാം. എന്ത് ഓയിലായാലും വെളിച്ചെണ്ണയാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഇതൊരു നാടൻ വിഭവം ആയതുകൊണ്ട് ടേസ്റ്റ്. ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി നിങ്ങൾ ചുവന്നുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 20 ചുവന്നുള്ളി എടുത്തിട്ട് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയാണ് എടുക്കണമെങ്കിൽ 15 വെളുത്തുള്ളി, അല്ലെങ്കിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒരുമിച്ച് ചതച്ചെടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇത് ഉണ്ടാക്കാം. ഇനി നമ്മൾ ചേർത്ത സവാള മൂത്ത് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അഥവാ കുത്തുമുളക്, ഇടിച്ച മുളക്, അങ്ങനെ പല പേരിലറിയുന്ന നമ്മുടെ വറ്റൽ മുളക് തരിതരിപ്പായി പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുളകും നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറിയ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇത് 150 ഗ്രാം ബീൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഏകദേശം 1/2 കപ്പ് ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കാം. ചിരകിയ തേങ്ങ വേണമെങ്കിൽ ബീൻസ് വെന്തിട്ട് ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ ചേർത്താലും കുഴപ്പമില്ല. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഉപ്പ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറവായിട്ട് തോന്നും, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതായത് ഞാൻ പറയുന്ന അളവ് നിങ്ങൾ ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറവാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുക. എനിക്ക് വളരെ കുറച്ച് ഉപ്പാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വളരെ കുറച്ച് ഉപ്പേ ചേർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക, കൂടാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് എപ്പോഴും കുറച്ച് ചേർത്ത് നോക്കിയിട്ട് പിന്നെ ചേർക്കുക. എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട്, നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കില്ല, ഇത് മൂടി വെച്ച് ഇളക്കി വേവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് ഉണ്ടാവാതെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അവസാനം നമ്മളത് കഴിച്ച് നോക്കുക. അപ്പോൾ പെട്ടെന്ന് വേവും, കാരണം തീരെ മൂക്കാത്ത ബീൻസാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിച്ച് നോക്കുക. അപ്പോൾ ബീൻസ് നല്ല സോഫ്റ്റായെന്ന് മനസ്സിലായാൽ നമുക്കത് വെന്തുവെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു തോരനാണ് ഈ ബീൻസ് തോരൻ. ഇതേ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അമരപ്പയറൊക്കെ ചെയ്യാം കേട്ടോ. അതും ഇതേ രീതിയിൽ തന്നെ ചെയ്തുപോലെ പല പച്ചക്കറികളും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ്